കൊല്ലം സുധിയുടെ വൈഫ് രേണു ആൻഡ് ദാസേട്ടൻ കോഴിക്കോട് ഇവർ രണ്ടുപേരും കൂടി ചെയ്ത ഒരു റീൽ വീഡിയോ. ആ റീൽ വീഡിയോ ആണ് ഇപ്പോൾ നിങ്ങൾ ഈ സൈഡിൽ കാണുന്നത്. ചാന്ത് കുടഞ്ഞൊരു സൂര്യൻ മാനത്ത്, ചാന്ത് പൊട്ട് എന്നുള്ള ദിലീപേട്ടൻ്റെ മൂവിയിലെ സോങ് അവർ ഒന്ന് റീക്രിയേറ്റ് ചെയ്തതാണ് റീൽ. ഓക്കെ, അപ്പോൾ അത് ഭയങ്കരമായിട്ടുള്ള വ്യൂവർഷിപ്പ് പോയിട്ടുണ്ട്, കുറേ നല്ല കമൻസ് വന്നിട്ടുണ്ട്. കൂട്ടത്തിൽ തന്നെ അതിഭീകരമായ സൈബർ അറ്റാക്ക് ടുവേർഡ്സ് രേണുവിന് വന്ന അത്ര ഫ്രീക്വൻസിയിൽ ദാസേട്ടൻ കോഴിക്കോടിന് വന്നില്ലെങ്കിലും അത്യാവശ്യം ദാസേട്ടൻ കോഴിക്കോടിനും ഈ ഒരു രേണു ആസ്പെക്റ്റിൽ കുറേ ഹെയ്റ്റ് കയറിയിട്ടുണ്ട്. അപ്പോൾ വിഷയം വേറൊന്നുമല്ല. ഇപ്പം കഴിഞ്ഞ ദിവസം ഞാൻ തന്നെ ഒരു വീഡിയോ ഇട്ടിട്ട് ഒരു ഉസ്താദ് ഇതിനിടയിൽ ഒരു ഉമ്മ ടൂറ് പോയി ഐസ് കളിച്ചതിനെക്കുറിച്ച് ഭയങ്കരമായ വിമർശനം നടത്തിയപ്പോൾ കേരളത്തിൽ ഇതേ ജനങ്ങൾ, ഇതേ സൈബർ സ്പേസിൽ കമൻ്റ് ഇടുന്ന ജനങ്ങൾ ആ ഉമ്മാൻ്റെ സന്തോഷം തല്ലിക്കെടുത്താൻ ഉസ്താദെ നിങ്ങൾ ആരാന്നൊക്കെ ചോദിച്ചിട്ട് ഭയങ്കരമായിട്ട് ആ ഉസ്താദിനെതിരെയുള്ള വിമർശനം അറിയിച്ചിട്ടുണ്ടായിരുന്നു. ഓൾമോസ്റ്റ് ദ സെയിം ക്രൗഡ് ഇവിടെ വന്നിട്ട് മരിച്ചുപോയ കൊല്ലം സുധിക്ക് വരെ അപമാനമുണ്ടാക്കുന്ന രീതിയിൽ നീ വെള്ളിയിട്ട് നടക്കേണ്ടവളല്ലേ, നീ ഒരു വിധവയല്ലേ, നീ എന്തിനാണ് ഈ ഒരു റീൽസ് ഇയാളുടെ കൂടെ ചെയ്തത്, അങ്ങനെ ഇനി ആ ലേഡിയെ പറയാൻ മാത്രം ഒന്നുമില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കണം ഈ ഒരു സൈബർ അറ്റാക്കിൻ്റെ ഫ്രീക്വൻസി എത്രത്തോളം ഉണ്ടെന്നുള്ളത്. ഫിറോസ് KHDC എന്ന് പറഞ്ഞിട്ട് കേരള ഹോം ഡിസൈൻസ്, അവരാണ് ഈ പറഞ്ഞ സുധിക്ക് വേണ്ടിയിട്ട് രേണുവിനും കുട്ടികൾക്കും സുധിയുടെ മരണശേഷം വീട് വെച്ച് കൊടുത്തത്. അവർ ക്ലബ് ചെയ്തത് എനിക്ക് തോന്നുന്നത് 24 ന്യൂസിൽ ശ്രീകണ്ഠൻ നായരുമായിട്ട് ക്ലബ് ചെയ്തിട്ട് അവരൊരു വീട് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇവർക്ക് വരെ ഈ റീലിൻ്റെ ലിങ്ക് ഇട്ട് കൊടുത്തിട്ട് നിങ്ങൾ വീട് വെച്ച് കൊടുത്ത ആളുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പേര് ടാഗ് ചെയ്യുക, റീൽസിൻ്റെ ലിങ്ക് അയച്ചു കൊടുക്കുക. അവസാനം അയാൾ വരെ ഫേസ്ബുക്കിൽ വന്നിട്ട് പോസ്റ്റ് ഇടേണ്ട ഒരു അവസ്ഥയായി. ഒരു വീട് വെച്ച് കൊടുത്തത് മക്കൾക്കും മക്കളുടെ ആവശ്യത്തിനുമാണ്, അത് കൈമാറാനോ കാര്യത്തിനോ പാടില്ല, പള്ളിയിൽ നിന്ന് സ്ഥലം വിട്ടുകൊടുത്തതും അങ്ങനെ മക്കൾക്കാണ്, സുധീയുടെ മക്കൾക്കാണ്. പിന്നെ അതിൽ കൃത്യമായിട്ട് അവർ പറയുന്നുണ്ട് ഒരു ജോലിയുടെ ഭാഗമായിട്ടാണ് രേണു അത് ചെയ്യുന്നത്. അതിൽ ഇത്രത്തോളം വിമർശിച്ചിട്ട് നിങ്ങളൊന്ന് ആലോചിച്ച് ഏത് ലെവൽ വരെ കാര്യങ്ങൾ പോകണമെന്നുള്ളത്. ഇവിടുത്തെ ആളുകളുടെ മൈൻഡിൻ്റെ ഒരു ചിന്താഗതി എനിക്ക് മനസ്സിലാവുന്നില്ല. അവരൊരു തൊഴിലല്ലേ ചെയ്യുന്നത്. റീൽ വീഡിയോ ആണെന്നുണ്ടെങ്കിൽ, ഒരു റീക്രിയേഷൻ വീഡിയോ ആണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ സിനിമാ നടന്മാർക്കും നടിമാർക്കും മാത്രമേ ഇപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാൻ പാടുന്നുണ്ടോ? ഒരു റീലിൽ വന്നിട്ട് അവരവർ അഭിനയം, ഒരു ആക്ട്, അത് പോലും സഹിക്കാൻ പറ്റുന്നില്ലേ നിങ്ങൾക്ക്? ആ ലേഡി എങ്ങനെയോ ജീവിച്ചു പോട്ട്. ആ ലേഡിയുടെ ജീവിതത്തിൽ ഈ പറഞ്ഞ പോലെ ഈ കമൻറ്റ് ബോക്സിൽ ഇത്രത്തോളം സദാചാരം പറയുന്ന ആളുകളുടെ വീട്ടിൽ വന്നിട്ട് രാവിലെ വാതിലിൽ മുട്ടിയിട്ട് എനിക്ക് ജീവിക്കാനുള്ള വകയില്ല തരുമെന്ന് ചോദിച്ചിട്ടാണോ ജീവിക്കുന്നത്? അല്ലല്ലോ. അവരെ സഹായിക്കാൻ പറ്റുന്ന ആളുകൾ സഹായിച്ചിട്ടുണ്ട്. ഇനിയും ആളുകളുടെ മുന്നിൽ കൈ നീട്ടാതെ മുന്നോട്ട് പോകാൻ ഒരു തൊഴിൽ വേണം. ആ തൊഴിലിൻ്റെ ഭാഗമായിട്ട് ഞാൻ നോക്കുമ്പോൾ ഈ ലേഡി ഇതിനിടയിൽ കുറച്ച് സ്റ്റേജിൽ കുറേ പെർഫോമൻസ് ചെയ്തിട്ടുണ്ട്, നാടകം, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ, ഷോർട്ട് മൂവി അഭിനയിച്ചിട്ടുണ്ട്, ഇപ്പോൾ റീൽസ് വരുന്നു. അവരുടെ ലൈഫിൽ ഇപ്പോൾ കാലാകാലം സുധി എന്ന് പറഞ്ഞ വ്യക്തി പോയി. ഇപ്പം ഞാൻ തന്നെ പെർട്ടിക്കുലർലി ഇതിനു മുമ്പ് അവരുടെ ലക്ഷ്മി നക്ഷത്രയുടെ വീഡിയോയിൽ കണ്ട സമയത്ത് അതിൻ്റെ എഡിറ്റും കാര്യങ്ങളും ആ ഒരു ഇമോഷൻ്റെ ഓവർഡോസൊക്കെ ഞാൻ തന്നെ വിമർശിച്ചിട്ടുണ്ട്. അത് ആ ഒരു കോണ്ടൻറ് ക്രിയേഷൻ്റെ കാര്യവും സംഗതികളുമാണ്. ഓക്കെ, പക്ഷെ അപ്പോഴും അവരുടെ ഇമോഷനെ ഹേർട്ട് ചെയ്യാൻ നമുക്ക് ആർക്കും എന്തില്ല, അവകാശമില്ല. ആ കോണ്ടൻറ് ക്രിയേഷന് നമുക്കന്ന് വിമർശിക്കാമായിരുന്നു. കാരണം അത് മാത്രം കാണിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു കോണ്ടൻറ് ക്രിയേഷൻ ഒരു എക്സ്ട്രാ ഡോസും കുത്തിക്കയറ്റിലാണെന്ന് പറഞ്ഞിട്ട് ഇതിനകത്ത് അതൊന്നും ഇല്ല. ഇതിനകത്ത് അവർ സുധിയെ കൊണ്ടുവന്നിട്ടില്ല. കോണ്ടൻറ് ക്രിയേഷൻ്റെ ഭാഗമായിട്ടാണെങ്കിൽ ഇപ്പോൾ ഒരു ഇമോഷണൽ സ്പേസിലൊരു എക്സ്പ്ലോയിറ്റേഷൻ ഇവിടെ നടന്നിട്ടില്ല, ഒന്നുമില്ല. ഒരു റീൽ വീഡിയോ അതിൽ ഇത്രത്തോളം മലയാളികൾക്ക്, അതും ഞാൻ എല്ലാ മലയാളികളെയും പറയുന്നില്ലേ, നല്ലവരായ ഇഷ്ടംപോലെ ആളുകളുണ്ട്. ഇത് ചില കുരു പൊട്ടുന്നവർക്ക് ഇവരുടെ കമൻസിൻ്റെ ആ ഒരു കുത്തൽ തന്നെയാണ് ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ ഞെട്ടിപ്പോണത്. എല്ലാം സുധിച്ചേട്ടൻ്റെ സന്തോഷത്തിനാണല്ലോ എന്ന് ഓർക്കുമ്പോൾ ഒരാശ്വാസം. എല്ലാം കഴിഞ്ഞിട്ട് മറ്റേ സ്പ്രേ എവിടെ? സുധിച്ചേട്ടൻ്റെ മണമുള്ള സ്പ്രേ എവിടെ? അവിടെ ഒരാളെ ജീവിക്കാൻ നിങ്ങൾ സമ്മതിക്കില്ല എന്നുള്ളതാണ് ഒരു ലേഡിയുടെ കമൻറ്റ്. അതാ രസം. ഒരു ലേഡി, അവർ തന്നെ റീൽസൊക്കെ ചെയ്യുന്ന ഒരു പ്രൊഫൈലുള്ള ഒരു ലേഡി, ഓരോരോ കോലം കെട്ടൽ അല്ലാതെ എന്താ ഇതിനൊക്കെ പറയുക? കഷ്ടം. സ്വന്തം പ്രൊഫൈലിനകത്ത് ഇഷ്ടംപോലെ റീൽസ് ഇടുന്ന ഒരു ലേഡിയാണ് ഇവരുടെയൊക്കെ അക്കൗണ്ട് കയറി നോക്കിക്കഴിഞ്ഞാൽ
വേറൊരു നാട്ടുകാരിൽ ആരെങ്കിലും ഒരാൾ വന്നിട്ട് നിൻ്റെ കോലം കെട്ടൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പോൾ ഇവർക്കൊക്കെ പൊള്ളു. എന്തൊരു കെയറിങ് ആണ്. സുധീരൻ്റെ മക്കളിത് കാണില്ലേ, ഈ തള്ളക്ക് ഈ കോപ്രായം കാണിക്കണം. അതിനിടയിൽ ദാസേട്ടനിട്ടിട്ടും അവിടെ നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റില്ലെങ്കിൽ ചെയ്യണ്ട. അവർ ചെയ്ത് അവർക്ക് ചിലപ്പോൾ ഇതിന് മുന്നോട്ട് ഇതൊക്കെ ആരെങ്കിലും കണ്ടിട്ട് ഇവരെ ബിഗർ എന്താ പറയുക ഒരു സിനിമയിലേക്ക് വിളിക്കുക എന്നുള്ള ആഗ്രഹം കൊണ്ടായിരിക്കും അവരിതൊക്കെ ചെയ്യുന്നത്. മനസ്സിലായ? അതവർ ചെയ്തിട്ട് പോട്ടെ. അതിൻ്റെ ഇടയിലൊരു വൾഗാരിറ്റി അല്ലെങ്കിൽ ഈ പറഞ്ഞ ഭർത്താവ് മരിച്ച സ്ത്രീ ഇങ്ങനെ ചെയ്യുന്നതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു സെൽഫ് ചെക്ക് ചെയ്യ്. നിങ്ങൾക്കാണ് പ്രശ്നം. മനസ്സിലായോ? മോശമാണ് ഇങ്ങനത്തെ പരിപാടികൾ കാണിക്കുന്നതും ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുന്നത് കാണുമ്പോൾ. സത്യം പറഞ്ഞാൽ ഭയങ്കര ബാഡ് ഫീൽ അടിക്കരുത്. എന്ത് നാട്ടിലെ മെൻറ്റാലിറ്റി ഇങ്ങോട്ട് പോകണമെന്നുള്ളത് പിന്നോട്ടാണോ എന്നുള്ളത് ചിലപ്പോൾ ചിന്തിച്ച് പോവുകയാണ്.